നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം കിട്ടാതായിട്ട് ഇപ്പോൾ 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 4-ാം ദിവസം രാത്രി, അതായത് കഴിഞ്ഞ ദിവസം ചില ഭാഗങ്ങളിലൊക്കെ കുടിവെള്ളം എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടാതെ വലയുകയാണ് പൊതുജനങ്ങൾ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സംസ്ഥാന ചരിത്രത്തിലാദ്യമായി കുടിവെള്ളം മുടങ്ങിയതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. തീർച്ചയായും CPIMൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുടെ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കന്യാകുമാരി തിരുവനന്തപുരം പാത ഇരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായി റെയിൽവേയുടെ പണിയാണ്. റെയിൽവേയുടെ ഇരട്ടിപ്പിക്കൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ പൈപ്പുകൾ, കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ ചെയ്യാനുണ്ട്. ഇതിനുവേണ്ടി 2 ദിവസം കുടിവെള്ളം മുടങ്ങും എന്ന് വാട്ടർ അതോറിറ്റിയുടെ കൃത്യമായ അറിയിപ്പുണ്ടായിരുന്നു. അത് പൊതുജനങ്ങളെല്ലാം കേട്ടതുമാണ്. ഈ അറിയിപ്പ് പ്രകാരം 2 ദിവസത്തേക്കുള്ള വെള്ളമൊക്കെ എന്തായാലും ജനങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാകും. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അവർ എന്തും സഹിക്കാൻ തയ്യാറായിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ കുടിവെള്ളമൊക്കെ ബദൽ സംവിധാനം ചെറിയ രീതിയിൽ ഒരുക്കിയിരുന്നു. പക്ഷേ 2-ാം ദിവസം വെള്ളം ഉണ്ടാകുമെന്ന് ജില്ലയുടെ ചുമതലയുടെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ വാക്ക് അത് പാഴായി. 3-ാം ദിവസവും വെള്ളം വന്നില്ല, 4-ാം ദിവസവും വെള്ളം വന്നില്ല. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. പക്ഷേ എന്തുകൊണ്ടാണ് പകരം സംവിധാനം ഏർപ്പെടുത്താത്തത് എന്ന ചോദ്യം നീളുന്നത് നഗരസഭയ്ക്ക് നേരെയാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ ഇതാ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കെടുകാര്യസ്ഥതയുടെ ദിനങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് അന്ന് ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. നിരവധി വിവാദങ്ങളാണ് ഈ മേയറെ ചുറ്റിപ്പറ്റി തിരുവനന്തപുരം നഗരസഭയിൽ ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ കുടിവെള്ള വിവാദവും നഗരസഭ അറിഞ്ഞില്ല, നഗരസഭയെ അറിയിച്ചില്ല എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് പറയുന്നത്. പൊതുജനങ്ങൾ മുഴുവൻ 2 ദിവസം വെള്ളമുണ്ടാവില്ല എന്നറിഞ്ഞു കഴിഞ്ഞു. പൊതുവായ അറിയിപ്പ് എല്ലായിടത്തും എത്തിയിട്ടും എന്തുകൊണ്ടാണ് നഗരസഭ മാത്രം ഇത് അറിയാതിരുന്നത്? 2 ദിവസം കുടിവെള്ളം മുടങ്ങുമെങ്കിൽ അതിന് പകരം സംവിധാനം നഗരസഭ ഏർപ്പെടുത്തിയിരുന്നു. ഇല്ല, ജനങ്ങൾ 5 ദിവസമായി വലയുകയാണ്. പ്രാഥമികമായ കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കാതെ, ഭക്ഷണമുണ്ടാക്കാൻ പോലും സാധിക്കാതെ വീടിനുള്ളിൽ പൊതുജനങ്ങൾ നരകിക്കുകയാണ്. ആ നരകത്തിന് അല്ലെങ്കിൽ നരക ജീവിതത്തിന് ഇപ്പോഴും അന്ത്യമായിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും കുടിവെള്ളമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ തിരുവനന്തപുരം നഗരത്തിൽ ഒന്നാകെ പകുതിയോളം വരുന്ന വാർഡുകളിലും 44ഓളം വാർഡുകളിൽ കുടിവെള്ളം മുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോഴും മന്ത്രിമന്ദിരങ്ങളിലും AKG സെൻറ്ററിലും ഒന്നും കുടിവെള്ളം ഇതുവരെ മുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചെറിയ ഭാഗത്ത് ഒരു അറ്റകുറ്റപ്പണി നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി നഗരത്തിലെ മുഴുവൻ കുടിവെള്ളവും എന്തിന് അടച്ചിടണം എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. സംസ്ഥാനത്ത് അല്ലെങ്കിൽ തലസ്ഥാന നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഭൂരിഭാഗം വാൽവുകളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ വാൽവുകൾ വലിയ തകരാറിലാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. അതിന് പകരം സംവിധാനം ഏർപ്പെടുത്താതെ നഗരസഭ മാനത്ത് നോക്കിയിരിക്കുകയായിരുന്നു. ഇത് ഗുരുതരമായ കൃത്യവിലോപമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. താൽക്കാലികമായി എന്തായാലും പരിഹരിക്കപ്പെട്ടു. ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം എത്തിത്തുടങ്ങി. പക്ഷേ ഇനിയും തിരുവനന്തപുരത്തുകാർ ഉണർന്ന് പ്രവർത്തിക്കണം. ഇനിയും ഭരണാധികാരികൾക്കെതിരെ തിരുവനന്തപുരത്തുകാർ ചോദ്യചിഹ്നം ഉയർത്തിയേ മതിയാകൂ. കാരണം 4 ദിവസം കുടിവെള്ളം മുടങ്ങിയിട്ടും അതിന് കാരണക്കാരായ അധികാരികളുടെ മുന്നിൽ ചോദ്യം ചെയ്യാൻ ഒരാളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രതിഷേധ പ്രകടനവും ഇവിടെ നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും അത് നിരാശാജനകമാണ്. കാരണം ഇനിയും തിരുവനന്തപുരം നഗരത്തിൽ ദിവസങ്ങളോളം കുടിവെള്ളം കിട്ടാത്ത അവസ്ഥ വരും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതാണ്. വാട്ടർ അതോറിറ്റിയുടെ വാൽവുകളൊന്നും ഭൂരിഭാഗവും അത് പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏകമാത്ര ജലസ്രോതസ് എന്നത് അരുവിക്കര ഡാമാണ്. അരുവിക്കര ഡാമിൻ്റെ പ്രവർത്തനം അതിപ്പോൾ പൂർണ്ണതോതിലല്ല നടക്കുന്നത്. ആ ഡാമിൽ ഏതാണ്ട് 50% മണലും ചെളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കപ്പാസിറ്റി 50% മാത്രമാണ് ഇപ്പോൾ ജലമുള്ളത്. അത് ഏതെങ്കിലും രീതിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ഡാം ഏതെങ്കിലും രീതിയിലുള്ള തകരാറ് സംഭവിക്കുകയോ ചെയ്താൽ വീണ്ടും ദിവസങ്ങളോളം തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം മുടങ്ങുക തന്നെ ചെയ്യും. സമാന്തരമായി മറ്റൊരു സംവിധാനം ഇവിടുത്തെ ഭരണപക്ഷം ചിന്തിക്കുന്നു പോലുമില്ല. ഇത്
ഭാവിയിൽ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 4 ദിവസത്തെ അറ്റകുറ്റപ്പണികൾക്കായി ഇങ്ങനെ ജനങ്ങൾ 44 വാർഡുകളിൽ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെട്ടുവെങ്കിൽ അരുവിക്കര ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണി ഉണ്ടായാൽ ദിവസങ്ങളോളം തിരുവനന്തപുരം നഗരം വെള്ളം കുടിക്കാതെ ജീവിക്കേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.